എടി, നിന്നോട് ഞാൻ അഭിപ്രായമൊന്നും ചോദിച്ചില്ല. ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പിച്ചതാണ്. എനിക്ക് പഠിക്കണോ അച്ഛാ? ഇനിയും 3 വർഷം കൂടിയല്ലേ ഉള്ളൂ. ഒരു MBBS ഡിഗ്രി കിട്ടും. അപ്പോഴേക്ക് ഈ തറവാട് മുഴുവൻ തീരെഴുതി കഴിയും. എന്നെ മെഡിക്കൽ കോളേജിൽ ചേർത്തപ്പോ അച്ഛനത് ആലോചിച്ചൂടായിരുന്നോ? ഓ, അച്ഛന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുകയാണ്. അതിന് ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നീ 10 ജന്മം ഡോക്ടറായിരുന്നാൽ ഉണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതൽ പണം ഇപ്പോൾ തന്നെ അയാൾക്കുണ്ടാകും. ജീവിക്കാൻ പണം മാത്രം മതിയോ അച്ഛാ? അയാൾക്ക് മറ്റെന്തില്ലെന്നാ നീ പറയുന്നത്? അയാൾ ഒരാണല്ലേ? കാണാൻ കൊള്ളുന്നില്ലേ? ഒരു 10 വയസ്സിന് മൂപ്പ് വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത് പാടില്ലേ? അച്ഛനെന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും. ഞാനത് നടത്തുകയും ചെയ്യും. അച്ഛൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ. സ്നേഹമില്ലാഞ്ഞിട്ടാണോ നാട്ടുകാർ മുഴുവൻ വലവീശി നടന്ന ഒരുത്തനെ ഭഗീരഥ പ്രയത്നം ചെയ്ത്? എനിക്ക് വേണ്ടി അത് വേണ്ടായിരുന്നു അച്ഛാ. എന്തുകൊണ്ടെന്ന് കൂടി പറ. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. എടി, എന്റെ മുഖത്ത് നോക്കി, നിന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി. കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേർ പറയാൻ പാടില്ലാത്തത് വിവരമുള്ളവർ പറഞ്ഞു കോളേജിൽ അയക്കരുത്. അത് ഞാൻ കേട്ടില്ല. അതിന് പകരം ഇന്ന് ഞാൻ കേട്ടു. ഇനി ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നീ നാടിനപ്പുറത്ത്. I am proud to introduce my wife, Mrs. Prabha Menon, freshly imported from India. We bring for the health, wealth and prosperity of the newly married couple. Come on, darling. You fool! Take it easy, Mr. Menon. You'll have another glass. നീ എന്താ തയ്യാറായി? എനിക്ക് നല്ല സുഖമില്ല. എന്താ അസുഖം? എന്തോ വല്ലാതെ. ഒരു വല്ലാതെയുമില്ല, മനഃപൂർവ്വമാണ്. ഭാര്യ എന്ന് പറഞ്ഞ് വീട്ടമച്ച മഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ തറവാട്ട്. ഇത് അന്യരാജ്യമാണ്. ഞാനിവിടെ വന്നത് 10 കാശുണ്ടാക്കാനാണ്, സുഖമായി ജീവിക്കാനാണ്. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കാര്യമായില്ലല്ലോ. ഞാനൊരു ബിസിനസ്മാനാണ്. ചിലപ്പോഴൊക്കെ ഗെറ്റുകളും പാർട്ടിക്കൊക്കെ പോകേണ്ടി വരും. അതിന് ഞാൻ ഒരിക്കലും തടസ്സം പറയില്ല. മതിയല്ലേ, ബാക്കിയുള്ളവരൊക്കെ ഭാര്യമാരുമായി പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണം അല്ലേ? ഞാൻ വന്നാൽ കൂടുതൽ വഷളാകുകയല്ലേ ഉള്ളൂ. അതല്ലേ ഇതുവരെയുള്ള അനുഭവം? അത് നീ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അല്ല, എന്നെ വിശ്വസിക്കൂ. ഈ ജീവിതത്തോട് എനിക്ക് ഇഴകിച്ചേരാൻ കഴിയുന്നില്ല. ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ശുദ്ധമാണ്, മനഃപൂർവ്വമാണ്. ബാക്കിയെല്ലാവരും മനുഷ്യരല്ലേ, തറവാട്ടി പറഞ്ഞവരല്ലേ? അതെനിക്കറിയില്ല. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നിനക്കെന്നെ കൊച്ചാക്കണം, അൺപോപ്പുലർ ആക്കണം. എന്നിട്ട് എന്ത് നേടെ? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്രഷർ. ഭർത്താവിനെ അന്യന്റെ മുമ്പിൽ ശുംഭനാക്കുക. ഒന്ന് മതിയാക്കൂ, എനിക്ക് തീരെ വയ്യ. അപ്പോൾ നീ വരുന്നില്ല? വയ്യാഞ്ഞിട്ടാണ്. ശരി, എന്റെ കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റും. ഞാൻ ആരുടെയും ഔദാര്യത്തിലല്ല ഈ നില വരെ എത്തിയത്. ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ. 18 അളവുകളും പയറ്റിയാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണം. ഭാര്യ ഭർത്താവിന് ഭാരമാകരുത്, സഹായമാകണം. അല്ലെങ്കിൽ ഈ ബന്ധം കൊണ്ട് എന്ത് കാര്യം? കണ്ടവരെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തിട്ട് വേണോ ഭർത്താവിനെ സഹായിക്കാൻ? അതോ കണ്ണു കുറിച്ച് കൂട്ടാടിട്ടോ? എന്റെ നാശത്തിനാണ് നിന്റെ കഴുത്തിൽ ഞാൻ താഴി കെട്ടിയത്. പക്ഷേ എന്നെ നശിപ്പിക്കാമെന്ന് നീ കരുതണ്ട. ഞാൻ തീയിൽ കുത്തവനാണ്, വേലിൽ വാടുകയില്ല. ഓർമ്മിച്ചു. വേണ്ട വേണ്ട, നീ കിടന്നോ. ശരീരം വെക്കാതെ തടി ക്ഷീണി. കുടിച്ചതേ ഉള്ളൂ, അതോ വല്ലതും കഴിച്ചോ? നിനക്കെന്താണ് അവിടെ അറിഞ്ഞിട്ട്? യു സെൽഫിഷ് കൺട്രി. എനിക്ക് വേണമെന്നുള്ളപ്പോ ഞാൻ കഴിക്കും, വേണ്ടാത്തപ്പോ ഞാൻ കഴിക്കില്ല. യു ആർ എ കേസ്. ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത പാവങ്ങളുടെ ശിക്ഷയാണ്. അത്രയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഐ ലോസ്റ്റ് ദി കോൺട്രാക്ട്. എനിക്ക് കിട്ടേണ്ട കോൺട്രാക്ട് ആയിരുന്നു. ആ സിംഗിന്റെ ഭാര്യയ്ക്ക് കഴിവുണ്ട്, ചുണയുണ്ട്, ഭർത്താവിനോട് സ്നേഹമുണ്ട്.
അയാൾ ആ കോൺട്രാക്ട് തട്ടി പോയി 1.5 ലക്ഷം രൂപ. ഒരൊറ്റ പാർട്ടി കൊണ്ട് 1.5 ലക്ഷം രൂപ. നീ എന്തിനാ കെട്ടിച്ചമ്മൻ ഇറങ്ങി എന്റെ കൂടെ ഈ നാട്ടിലേക്ക്? അവിടെ ഞാൻ ഇരുന്ന് തുളയരുതായി. Oh my God! Come on, sweetie. ഇന്നത്തെ പാർട്ടി പൊടി ഇന്ന് വന്നവരെല്ലാം എന്റെ കയ്യിലായി. എന്റെ ഭാര്യാന്നൊരു സാധനമുള്ളൂ. യൂസ്ലെസ് കൺട്രി. അവർ മെഡിക്കൽ കോളേജിലായതുകൊണ്ട്. വാട്ട് മെഡിക്കൽ കോളേജ്? വാട്ട് യൂസ്? ചത്തതിനൊക്കുമേ ജീവിച്ചു. കേക്കട്ടെ, എനിക്ക് പുല്ലാണ്. സുഖമില്ലാത്തവർക്ക് ആശുപത്രി. വീടല്ല, അവളെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നീട് ഞാനും ജസ്റ്റ് എ മിനിറ്റ്. തമ്പുരാട്ടി ഉറങ്ങിയില്ലേ? നിന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം. 1 ഡസൻ ഡോക്ടർമാർ നിന്നെ പരിശോധിച്ചു. അവർ പറയുന്നു നിനക്ക് രോഗമില്ല, തോന്നലാണ്. നീ പറയുന്നു നീ രോഗിയാണ്. ലോകത്ത് ഒരു അത്ഭുതം കൂടി. എന്റെ രോഗം ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല. അത് ഈ ജന്മം മാറിയില്ല. ഭാര്യയ്ക്ക് രോഗം വന്നാൽ പൈസ മുടക്കി ചികിത്സിക്കാത്തവനാണ് നിന്റെ ഭർത്താവെന്ന് നിന്റെ തന്തയും നാട്ടുകാരും പറയാൻ പാടില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രിയിൽ നിന്നെ ഞാൻ ചികിത്സിപ്പിക്കും. ഓട്ടെ, മുജ്ജന്മ ഋണബാധ്യത അതങ്ങനെ തീരട്ടെ. എന്തിനെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം? That is none of your business. മിസ്റ്റർ മേനോന്റെ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ നെഗ്ലക്ട് ചെയ്തു എന്ന് ആരും പറയാൻ പാടില്ല. Let's enjoy this, right? Yes, come on. Come. അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചു? തീരുമാനിച്ചു. ഞാൻ പറഞ്ഞിട്ട് നീ പോകുകയാണെന്ന് വരരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ ഇനി ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, പോകാൻ ആശുപത്രികളില്ല. എന്റെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. അതെനിക്കറിയാം. വിഷമമുണ്ട്. ഞാൻ അങ്ങേക്ക് പറ്റിയ ഭാര്യയല്ല. ആകാൻ ശ്രമിച്ചു, സത്യമാണ്. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു. പറഞ്ഞതൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണോ? ഞാനിനി അധിക നാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ജീവിക്കുന്നതും മരിക്കുന്നതും ആരുടെയും കയ്യിലൊന്നുമല്ല. പക്ഷേ എനിക്കൊരു തോന്നൽ അധിക നാളത്തേക്കില്ലെന്ന്. അതിനു മുമ്പ് നാടൊന്ന് കാണണം. ഈ നിലയിൽ മടങ്ങിപ്പോയി എന്നെ കുറ്റക്കാരനാക്കാൻ അല്ലേ? ഒരിക്കലും അവൻ എന്നോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവനവന്റെ തെറ്റും ശരിയും അവനവന്റെ വിശ്വാസമാണ്. ഞാൻ ആരോടും, എന്റെ അച്ഛനോട് പോലും അങ്ങയെക്കുറിച്ച് തെറ്റായിട്ടൊരു വാക്ക് പറയില്ല. അപ്പോൾ പോയേ തീരും. പോയേ തീരും. മടങ്ങി വരില്ല. ഞാൻ അങ്ങേക്ക് ഒരിക്കലും ഒരു ഭാരമാവില്ല. അവനിന്റെ സ്വതന്ത്രനാണ്. അതുപോലെ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും തിരഞ്ഞെടുക്കൊണ്ടിട്ടില്ല. എന്റെ സ്വാതന്ത്ര്യം അതും പോട്ടെ. ഞാൻ പോകുന്നതാണ് അങ്ങേക്ക് നല്ലത്. അങ്ങയുടെ സുഖത്തിനും വിജയത്തിനും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. താങ്ക് യു. പോകുന്നതിന് മുമ്പ് ഒരു തെറ്റേറ്റ് പറയാനുണ്ട്. അത് പറയാതെ പോയാൽ ഒരു അപരാധമായി അവശേഷിക്കും. ഞാനൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നു.
ഇപ്പോഴും സ്നേഹിക്കുന്നു. പോട്ടെ, പ്രഭ ഇത്രയും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു ഡോക്ടറാണെന്ന കാര്യം മറന്നുപോയി. പ്രഭ വിശ്രമിച്ചു, ഞാൻ പിന്നീട് വരാം. എന്താ പ്രഭ? എനിക്ക് ഒരാഗ്രഹം കൂടിയേ ബാക്കിയുള്ളൂ. അത് ബാലേട്ടൻ സാധിപ്പിച്ചു തരുമോ? എന്താ? ബാലേട്ടനോടൊപ്പം കന്യാകുമാരി പോയി അസ്തമയം ഒന്ന് കാണണം. ബാലേട്ടനറിയാമോ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷങ്ങൾ ഏതാണെന്ന്? കന്യാകുമാരിയിൽ അസ്തമയം കാണുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിമിഷങ്ങൾ. അസുഖമൊക്കെ ഭേദമാകട്ടെ, ഇനി സമയമുണ്ടല്ലോ. എന്റെ അവസാനത്തെ ആശയാണ്. കൊണ്ടുപോകില്ലേ ബാലേട്ട? ക്ഷമിക്കൂ പ്രഭേ, പ്രഭയ്ക്ക് അല്പം കൂടി ആരോഗ്യം വന്നോട്ടെ. കന്യാകുമാരി അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. പോകുന്ന കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്റെ മുഖത്തെറ്റാണ്. എനിക്ക് മാപ്പ് തരും. എന്റെ സ്വാർത്ഥകൾ കുറെ കടന്നുപോയി. പക്ഷേ എനിക്ക് ലാബ് വരെ പോകും. ഞാൻ പിന്നീട് വരാം. എന്നിട്ട് അയാളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവൾക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഒടുവിൽ ആ വിവാഹം തെറ്റിപ്പിരിഞ്ഞു. സൗകര്യമായല്ലോ. ആദ്യത്തെ ആൾക്ക് ഇപ്പോഴും സ്നേഹമാണെങ്കിൽ ഉടൻ വിവാഹം നടത്താൻ പറയണം. മുഴുവനും കേൾക്കും. അയാളൊരു ഭർത്താവാണ്, അച്ഛനാണ്. അവൾ രോഗിയും. ഏത് നിമിഷവും മരിക്കും. അവളുടെ ഏക ആഗ്രഹം പഴയ കാമുകനുമൊത്ത് കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണമെന്ന്. അവളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ കന്യാകുമാരിയിൽ പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാധിച്ചില്ല. കഷ്ടമായി. ആട്ടെ, എന്താ അവർക്ക് അസുഖം? അവളുടെ മുമ്പിൽ മെഡിക്കൽ സയൻസ് തോറ്റു. അവൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. പാവം. എങ്കിൽ ആ കാമുകനോട് പറയൂ, അവൾ മരിക്കുന്നതിന് മുൻപ് ആ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാൻ. മരിച്ചു കഴിഞ്ഞാൽ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടും. പ്രഭേ, പ്രഭേ, ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ നെക്സ്റ്റിനെ വിളിച്ച് ഒരു ഇഞ്ചക്ഷൻ തരിക. മരുന്നും ഇഞ്ചക്ഷനും ഒന്നും വേണ്ട. അതിന്റെ സമയം കഴിഞ്ഞു പോയി. രാവിലെ ബാലേട്ടൻ വരുമെന്ന് കാത്തിരുന്ന് മയങ്ങിപ്പോയതാണ്. എന്നെ ഡിസ്ചാർജ് ചെയ്യൂ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. ഇനി ഞാൻ പോയിക്കോട്ടെ. പ്രഭയ്ക്ക് കന്യാകുമാരി പോകണ്ടേ? അസ്തമയം കാണണ്ടേ? വേണ്ട. അതെന്റെ അതിമോഹമായിരുന്നു, സ്വാർത്ഥതയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്നാര് പറഞ്ഞു? ഞാൻ, എന്റെ മനസാക്ഷി. ബാലേട്ടൻ നേടിയതെല്ലാം സൽപ്പേരും അന്തസ്സും കുടുംബസുഖവും എല്ലാം ഞാൻ തകർക്കാൻ ഒരുങ്ങായിരുന്നു. തെറ്റായിപ്പോയി, മറന്നേക്കും. ഈ നേട്ടങ്ങളെല്ലാം ക്ഷണികങ്ങളാണെങ്കിൽ അവയെ നേട്ടങ്ങളായി ഞാൻ കരുതുന്നില്ല. അത്ര വേഗം നഷ്ടപ്പെടുന്ന നേട്ടങ്ങൾ കഴിവതും വേഗം നഷ്ടപ്പെടുകയാണ് നല്ലത്. ഇന്ന് 3:30 മണിക്കാൻ വരും. പ്രഭ തയ്യാറായിരിക്കും. എന്റെ ആഗ്രഹമാണ്. ശാന്തി, ശാന്തി. ഇതെന്താ? എങ്ങോട്ട് പോകുന്നു? ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകുന്നു. വരാൻ കുറെ വൈകും. എങ്ങോട്ട് പോകുന്നെന്ന് പറയൂ. അതെല്ലാം വന്നിട്ട് പറയാം. പറയാൻ കുറെ ഏറെ ഉണ്ടാകും.
എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ സാരി എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പൊ എന്നെയോ? എന്താ ബാലേട്ട? ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ സാരി പുതിയതല്ല, പഴയതാണ്. 15 വർഷം പഴക്കമുള്ള പഴം കൂടി. ഇത് ഞാൻ മറ്റാരുടെയും മുമ്പിൽ എടുത്തിട്ടില്ല. നമുക്ക് പോകാം. എന്റെ മോളുടെ ക്ഷീണമൊക്കെ മാറിയല്ലോ. എന്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വെച്ച. അത് പറയില്ല എന്ന് എനിക്ക് വാക്ക് തന്നാണ്. ഇല്ല, ഞാൻ പറയുന്നില്ല. ആ, പുറത്ത് നിൽക്കണ്ട. ഇന്ന് നല്ലപോലെ വിശ്രമിക്കണം. വരൂ, ഉറങ്ങാൻ ഞാൻ പിടിച്ചു തരാം. എനിക്കോ? ഇന്നോ? എനിക്കിന്ന് ഒരു മരുന്നും വേണ്ട. ഞാനിന്ന് സുഖമായി ഉറങ്ങും. പാലിട്ട് പോയിക്കോളൂ. ശാന്തി കാത്തിരിക്കും. അധികം വൈകിയാൽ. ശരിയാ ഡോക്ടർ, അങ്ങ് ഇപ്പോൾ ചെയ്തത് തന്നെ കൂടുതലാണ്. ഇവളെ വാർഡിലേക്ക് ഞാൻ കൊണ്ടുപോകാം. ശരി, വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഗുഡ് നൈറ്റ്. പാവം, ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. ആരും അദ്ദേഹത്തെ പോലെ നല്ലവരാകരുത്, എന്നെ പോലെ സ്വാർത്ഥയുമാകരുത്. വരൂ മോളെ, നമുക്ക് വാർഡിലേക്ക് പോവാം. മോളുറങ്ങി. എന്താ പറയാമെന്ന് പറഞ്ഞത്? എന്റെ കഥ. ബാലേട്ടന്റെ കഥയോ? അതെ. ഇന്നോളം നിന്നിൽ നിന്നും ഞാനത് മറച്ചു വെച്ചിരുന്നു. തെറ്റായിപ്പോയി. സാരമില്ല, നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ അറിയാത്ത ഒരു ജീവിതം എനിക്കുണ്ടായി.
ഒരു പക്ഷേ നീ അതറിയുമ്പോൾ ഹലോ യെസ് ഞാൻ ഉടനെ വരുന്നു. ഹോസ്പിറ്റൽ വരെ പോയിട്ട് പെട്ടെന്ന് വരാം. മറ്റു ഡോക്ടർമാരാരുമില്ലേ? ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണേ. എന്റെ മനസ്സാകെ വിഷമിപ്പിച്ചു. മറക്കരുത്, ഞാൻ ഉറങ്ങില്ല. ആരാ? എന്താ? ശാന്തിയല്ലേ? അതെ. മോള് പ്രഭ അല്ലേ? അതെ. ഞാൻ രണ്ടുപേരെയും ഒന്ന് കാണാൻ വന്നതാ. മോളെ ഞാനൊന്ന് എടുത്തോട്ടെ? ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ? എനിക്ക് തൃപ്തിയായി. എന്താ പുറത്തു നിൽക്കുന്നത്? അകത്തിരിക്കാമല്ലോ. വരൂ. സദാശിവൻ, ഡെഡ് ബോഡി അയക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. യെസ് ഡോക്ടർ. ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. എന്നെ മോളെയും കാണാനാണെന്ന് പറഞ്ഞു. മോളെ എടുത്ത് ഉമ്മ വെച്ചു. ഞാൻ ഇരിക്കാൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടില്ല. എന്താ എന്താ ബാലേട്ട ഇതെല്ലാം? പറയാം, ഞാൻ എല്ലാം പറയാം, എല്ലാം.